ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജുപോഡ്. മക്കളെ, നമ്മുടെ ജോഗ്രഫിയിൽ നിന്നും പ്രധാനമായിട്ടും ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടാലോ എന്നവാ. ശ്രദ്ധിക്കുക, ടോപ്പിക്കാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, വിത്ത് ആൻസേഴ്സും ഉണ്ട്. അപ്പൊ കുറച്ച് ലെങ്തി ആകാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. Then first topic, the truck farming and factory farming. ഈ ഒരു ഭാഗത്ത് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. എന്താണ് ട്രക്ക് ഫാമിംഗ്, എന്താണ് ഫാക്ടറി ഫാമിംഗ് എന്ന് എല്ലാവർക്കും അറിയാലോ. ട്രക്ക് ഫാമിംഗ് എന്ന് പറയുമ്പോൾ യെസ്, പച്ചക്കറി കൃഷിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കാർഷിക രീതിയാണ്. പച്ചക്കറി അറിയാലോ, 24 ഹവേഴ്സിനുള്ളിൽ അല്ലെ അത് അവിടുന്ന് വിളവെടുത്ത് ചന്തയിൽ എത്തിക്കണം, അല്ലെങ്കിൽ അതിന്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെട്ടു പോകും. ഫ്രഷ്നെസ് നഷ്ടപ്പെട്ട നമ്മൾ പോലും വാങ്ങിക്കില്ലല്ലോ. യെസ്, വാടിയ തക്കാളി വെണ്ടക്കാരിക്കും വേണോ? വേണ്ട. അപ്പൊ അത്തരം കൃഷി രീതിയാണ് ട്രക്ക് ഫാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഒറ്റ രാത്രി കൊണ്ട് അല്ലെ വിളവെടുത്ത് ചന്തയിൽ അത് കൊണ്ടുപോയി എത്തിക്കണം. ദെൻ മറ്റൊന്ന് ഫാക്ടറി ഫാമിംഗ് ആണ്. ദെൻ ഫാക്ടറി ഫാമിംഗ് ഏറ്റവും കൂടുതലായിട്ട് യൂറോപ്പ് അല്ലെങ്കിൽ അമേരിക്ക പോലെയുള്ള വ്യാവസായിക മേഖലകളിലാണ് ഇത് കാണപ്പെടുന്നത്. മാത്രമല്ല ഇത് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള അല്ലെ നല്ല മൂലധനം അത്യാവശ്യമായിട്ടുള്ള ഒരു കൃഷി രീതിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സാധാരണയായിട്ട് കോഴി കന്നുകാലികളെയൊക്കെയാണ് ഇവിടെ കൃഷി. ഇപ്പൊ താഴെ കന്നുകാലികളാണെങ്കിൽ അതിന് മുകളിൽ ഒരുപാട് ഭാഗം ഗ്യാപ്പ് ഉണ്ടായിരിക്കാം. അവിടെ തട്ടുകളൊക്കെ അടിച്ചിട്ട് എന്താവും, കോഴി കൃഷിയും നടത്തുന്നു. അവർക്ക് വേണ്ട ഭക്ഷണം സാധനങ്ങളൊക്കെ ആ ഫാമിൽ തന്നെയാണ് കൃഷി ചെയ്യാറുള്ളത്. പക്ഷെ ഇതിന് പ്രത്യേക കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണ് അല്ലെ. ഇപ്പൊ ഈ ഫാക്ടറി കൃഷിക്ക് നല്ല അടിപൊളി കെട്ടിടങ്ങൾ അല്ലെ, ടെക്നോളജിക്കലി ഒന്നും കൂടെ ബെസ്റ്റ് ആയിട്ടുള്ള ബിൽഡിങ്സ് അത്യാവശ്യമാണ്, യന്ത്രങ്ങൾ അത്യാവശ്യമാണ്. ഇപ്പോ ഈ കോഴികളൊക്കെ ചൂടാക്കൽ അല്ലെ, കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിപ്പിക്കാനുള്ള ചൂടാക്കൽ, ലൈറ്റിംഗ് സംവിധാനങ്ങൾ അത്യാവശ്യമാണ് അല്ലെ. 7 ദിവസത്തിൽ 24 മണിക്കൂറും വെറ്റിനറി സേവനങ്ങളും അത്യാവശ്യമാണ്. അപ്പൊ ഇത്രയും ഫെസിലിറ്റീസ് ഒക്കെ വേണമെങ്കിൽ നല്ല കനത്ത നിക്ഷേപം ഉണ്ടെങ്കിൽ നമുക്കൊരു ഫാക്ടറി ഫാമിംഗ് നടത്താൻ പറ്റുള്ളൂ. നടത്തിയാൽ നമുക്ക് നല്ല ലാഭമുള്ള പരിപാടിയാണ്. അപ്പൊ ആ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം, 3 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനോ ഒക്കെ. ഓക്കെ, വട്ട് ഡിഫൈൻ ഫാക്ടറി ഫാമിംഗ് അല്ലെങ്കിൽ ഡിഫൈൻ ട്രക്ക് ഫാമിംഗ് 2 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, മിസ്സാക്കരുത്. അടുത്തത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നിയോ ഡിറ്റർമിനിസം, നവനിർണയവാദം അല്ലെ. അതിന്റെ പ്രിൻസിപ്പിൾസ് ക്വസ്റ്റ്യൻസ് വരാം. എന്താണ് നിയോ ഡിറ്റർമിനിസം അറിയാലോ. അത് കൊണ്ടുവന്ന വ്യക്തിയുടെ പേര് ഗ്രിഫിത്ത് ടൈലർ. ഓക്കെ, ആ പേര് ഒരിക്കലും മറക്കരുത് കേട്ടോ. ഇങ്ങനെ ഒരു ടോപ്പിക് ക്വസ്റ്റ്യൻ വന്നാൽ ഈ പേരുണ്ടെങ്കിൽ 1/2 മാർക്ക് നിങ്ങൾക്ക് അവിടെ വാങ്ങിക്കാൻ പറ്റും. 1/2 മാർക്കിന്റെ ഒക്കെ വാല്യൂ എല്ലാവർക്കും അറിയാലോ. 1/2 മാർക്ക് 1 മാർക്ക് നിസ്സാരക്കാരനല്ല. ഓക്കെ, അപ്പൊ അദ്ദേഹം പോസിബിലിസത്തിനും നിയോ ഡിറ്റർമിനിസത്തിനും ഇടയിൽ ഒരു മിഡിൽ പാത്ത് അല്ലെ, ഒരു മധ്യമാർഗം, മധ്യപാത അദ്ദേഹം സേവനം കൊണ്ടുവരുന്നുണ്ട്. ദെൻ പ്രകൃതികള് ഒരുപാട് പരിധികൾ നിശ്ചയിക്കുകയും ഒരുപാട് അവസരങ്ങളും നൽകുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ആ പരിധിക്കും അവസരങ്ങളും ഉപയോഗിച്ചുകൊണ്ടും മനുഷ്യൻ എന്ത് ചെയ്യുക, അത് അതിനുള്ളിൽ വെച്ചിട്ടുള്ള മനുഷ്യൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവിടെ ജീവിക്കാം, അല്ലെങ്കിൽ അവിടെ തീരുമാനങ്ങൾ എടുക്കാം, നിയന്ത്രണങ്ങൾ നടത്താം എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. ദെൻ അദ്ദേഹത്തിന്റെ സ്റ്റോപ്പ് ആൻഡ് ഗോ ഡിറ്റർമിനിസം അറിയാലോ. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ്. അദ്ദേഹം ട്രാഫിക് സിഗ്നലിന്റെ ബേസിൽ ആ ഒരു മോഡലിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. റെഡ് ലൈറ്റ്, ഗ്രീൻ ലൈറ്റ്, യെല്ലോ ലൈറ്റ് എന്തിനൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് ഉള്ളത്. അപ്പൊ അദ്ദേഹം ഈ ഒരു തിയറിയിൽ അദ്ദേഹം പറയുന്നുണ്ട്, പ്രകൃതി നമുക്ക് ഒരുപാട് പരിധി നിശ്ചയിക്കും, അല്ലെങ്കിൽ ചില വിഭവങ്ങൾ പ്രകൃതി നമുക്ക് നൽകും. അപ്പൊ നമ്മൾ ഇപ്പൊ ഏത് വിഭവമാണ്, ഇപ്പൊ മിനറൽസ് ആണ് പ്രകൃതി നമുക്ക് നൽകുന്ന വിഭവം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ പ്രകൃതിയെ നശിപ്പിക്കാത്ത രീതിയിൽ അല്ലെ, റെഡ് സിഗ്നൽ പ്രകൃതി തരാത്ത രീതിയിൽ എപ്പോഴും ഗ്രീൻ സിഗ്നലിൽ വെക്കുമ്പോൾ ആ ഒരു അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പ്രകൃതിയെ കോട്ടം വരുത്താത്ത രീതിയിൽ നമ്മൾ യൂസ് ചെയ്യണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഈ ടോപ്പിക് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ് ബേസ്ഡ് ഓൺ ഓണർഷിപ്പ്. ഏതൊക്കെയാണ്? ഉടമസ്ഥതയെ അടിസ്ഥാനമാക്കിയുള്ള 3 തരം വ്യവസായങ്ങളുണ്ട്. ഫസ്റ്റ് വൺ ഈസ് പബ്ലിക് സെക്ടർ, പൊതുമേഖലാ വ്യവസായങ്ങൾ.
പ്രൈവറ്റ് സെക്ടർ, സ്വകാര്യ മേഖലാ വ്യവസായങ്ങൾ, ജോയിന്റ് സെക്ടർ, സംയുക്ത മേഖലാ വ്യവസായങ്ങൾ. ഈ ഒരു ഭാഗം പഠിച്ചു വെക്കുക. ഇറ്റ്സ് എ വെരി 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 ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ എവിടെ പറയും? ലൈവിൽ പറയൂ കേട്ടോ. എക്സാമിന്റെ തലേന്നുള്ള ലൈവുകളൊക്കെ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. വരാം. അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഡിസ്ക്രൈബ് the major features and importance of the Trans-Siberian Railway and Trans-Canadian Railway. Trans-Siberian Railwayയുടെയും ട്രാൻസ്-കനേഡിയൻ റെയിൽവേയുടെയും പ്രധാന സവിശേഷതകൾ എന്ത് ചെയ്യുക? അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ വിവരിക്കുക. ഈ ഭാഗത്ത് നിന്ന് മക്കളെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും കേട്ടോ. രണ്ടും ഒരുമിച്ച് ചോദിക്കൂല, ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാം. ഓക്കെ, അപ്പൊ എന്താണ് ട്രാൻസ്-സൈബീരിയൻ റെയിൽവേ? അതിന്റെ റൂട്ടും കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. എവിടുന്ന് എങ്ങോട്ടാ? സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്നും വ്ളാഡിവോസ്റ്റോക്കിലോട്ട് കടന്നു പോകുന്നതാണ്. മാത്രമല്ല അല്ലെ, അതിലും കംപ്ലീറ്റ്ലി വൈദ്യുതീകരിച്ച ഇരട്ട പാതകളുള്ള റെയിൽവേ ആണ്. മാത്രമല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ ലൈനാണ്. 9332 കിലോമീറ്റർ റെയിൽവേ പാതയുള്ളതും കൂടെയാണ് ട്രാൻസ്-സൈബീരിയൻ റെയിൽവേ. അടുത്തത് ഇത് യുറൽ പർവ്വത നിരകൾ, ഒബ്രിവർ, യെനിസെ നദി എന്നിവയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഉക്രൈൻ, താഷ്കന്റ്, മംഗോളിയ, ബീജിംഗ് എന്നിവയുമായിട്ട് ഇത് ബന്ധിപ്പിക്കുന്നുണ്ട്. അടുത്ത ട്രാൻസ് കനേഡിയൻ റെയിൽവേ ആണ്. എവിടുന്ന് എങ്ങോട്ടാ റൂട്ട്? ഹാലിഫാക്സ് ടു വാൻകോവറിലോട്ട് അല്ലെ. ഇത് മോൺട്രിവൽ, ഒറ്റാവ, വിന്നിപെഗ്, കാൽഗറി എന്നിവയിലൂടെ കടന്നു പോകുന്ന റൂട്ടാണ്. 7050 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റെയിൽവേ ലൈൻ 1886 ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ദെൻ ഈ ഒരു എന്തൊക്കെ സംഭവങ്ങൾ എവിടുന്നൊക്കെയാണ്? ഓക്കെ, ബ്രിട്ടീഷ് കൊളംബിയയെ സംസ്ഥാനങ്ങളുടെ ഫെഡറേഷൻ ചെയ്യുന്നതിന് കരാറിന്റെ ഭാഗമായി ആണ് ഇത് വന്നിട്ടുള്ളത്. ക്യൂബെക്, മോൺട്രിയൽ ഇൻഡസ്ട്രിയൽ റീജിയൻ, പ്രേരി റീജിയൻ, കോണിഫറൻസ് വനമേഖല എന്നിവ കാരണം ഈ റെയിൽവേ ലൈനിന്റെ വലിയ പ്രാധാന്യം നേടിയിട്ടുണ്ട്. അപ്പൊ അത് പഠിച്ചു വെക്കുക. ഇറ്റ്സ് എ വെരി 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 ഇമ്പോർട്ടൻറ്റ്. അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക് ആണ് നമ്മുടെ പനാമ കനാൽ ആൻഡ് സൂയസ് കനാൽ. അതിന്റെ ലൊക്കേഷന്, അതിന്റെ സ്ട്രക്ചർ, ഇമ്പോർട്ടൻസ് അറിഞ്ഞിരിക്കണം. ഓക്കെ, പനാമ കനാൽ ലൊക്കേഷൻ എവിടെയാണ്? സെൻട്രൽ അമേരിക്കയിലാണ്. ഓക്കെ, സെൻട്രൽ അമേരിക്കയിലെ across the isthmus of Panama connecting the Atlantic Ocean with the Pacific Ocean. അറ്റ്ലാന്റിക് സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന കനാലാണ് പനാമ കനാൽ. സെൻട്രൽ അമേരിക്കയിലാണ് ലൊക്കേഷൻ. രണ്ടാമത് സൂയസ് കനാൽ ആണ്. ലൊക്കേഷൻ എവിടെയാണ്? ഈജിപ്തിലാണ് അല്ലെ. ഇത് മെഡിറ്ററേനിയൻ സീയും റെഡ് സീയും തമ്മിൽ നോർത്ത് ഈസ്റ്റ് ആഫ്രിക്കയും ബന്ധിപ്പിക്കുന്ന ഒരു കനാലാണ്. ഇതിന്റെ സ്ട്രക്ചർ, പനാമ കനാലിന്റെ സ്ട്രക്ചർ എങ്ങനെ? ഇറ്റ് ഈസ് എ ലോക്ക് ബേസ്ഡ് കനാൽ അല്ലെ. ഒരു ലോക്ക് ബേസ്ഡ് ആണ്. കാരണം അവിടുത്തെ ഭൂപ്രകൃതി അങ്ങനെ ആയതുകൊണ്ടാണ് അല്ലെ, താഴ്ന്നതും ഉയർന്നതും ആയതുകൊണ്ടാണ് ലോക്ക് ബേസ്ഡ് കനാൽ ആവുന്നത്. then സൂയസ് കനാൽ ഇസ് എ സീ ലെവൽ കനാൽ അല്ലെ, നോർമൽ ആയിട്ടുള്ള സീ ലെവൽ കനാലാണ്. then പനാമ കനാലിന്റെ ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ കിഴക്കൻ പശ്ചിമ തീരങ്ങൾക്കിടയിലെ ദൂരവും യാത്രാ സമയവും വലുതായിട്ട് കുറയ്ക്കുന്നുണ്ട്. ഉത്തര ദക്ഷിണ അമേരിക്കയും ഏഷ്യയും തമ്മിലുള്ള വ്യാപാരത്തിന് പ്രധാനമാണ്. സൂയസ് കനാലിന്റെ ഇമ്പോർട്ടൻസ് യൂറോപ്പ്, ഏഷ്യ എന്നീ കോണ്ടിനെന്റ്സിനിടയിലുള്ള ഏറ്റവും ചുരുങ്ങിയ ഒരു കടൽ മാർഗം കൂടിയാണ് ഇത്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് എണ്ണയും ഏഷ്യൻ ഉൽപ്പന്നങ്ങളും യൂറോപ്പിലേക്ക് എത്തിക്കാനുമുള്ള പ്രധാന ഗതാഗത മാർഗമാണ് സൂയസ് കനാല്. അപ്പൊ അതിന്റെ ലൊക്കേഷന്, സ്ട്രക്ചർ ആൻഡ് ഇമ്പോർട്ടൻസ് പഠിച്ചു വെക്കുക. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തത് എക്സ്പ്ലെയിൻ ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്. അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ പ്രധാന സവിശേഷതകൾ വിശദീകരിക്കുക. അറിയാലോ, ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ്, പഠിച്ചു വെക്കുക. ഫസ്റ്റ് വൺ ഈസ് വോളിയം ഓഫ് ട്രേഡ്, വ്യാപാരത്തിന്റെ വ്യാപ്തം. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ കോമ്പോസിഷൻ ഓഫ് ട്രേഡ്, വ്യാപാരത്തിന്റെ ഉള്ളടക്കം. ഡയറക്ഷൻ ഓഫ് ട്രേഡ്, വ്യാപാരത്തിന്റെ ദിശ. ഓക്കെ ആണല്ലോ.
അത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ ലൈവിൽ പറയും. അടുത്തത് എക്സ്പ്ലെയിൻ ഇനി 4 types ഓഫ് സ്പെഷ്യലൈസ്ഡ് പോർട്ട് അല്ലെ, ഏതെങ്കിലും 4 തരം പ്രത്യേക തുറമുഖങ്ങളെ വിശദീകരിക്കുക. ഏതൊക്കെയുണ്ട് നമുക്ക് എക്സാമിന് ഉണ്ടാവും കേട്ടോ. ഫസ്റ്റ് വൺ ഈസ് ഓയിൽ പോർട്ട്, എണ്ണ തുറമുഖങ്ങൾ. പോർട്ട് ഓഫ് കോൾ, സന്ദർശന തുറമുഖങ്ങൾ. ഹെൻറി പോർട്ട്, ചരക്കു സംഭരണ തുറമുഖങ്ങൾ. നേവൽ പോർട്ട്, നാവിക തുറമുഖങ്ങൾ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണക്ക് 2 മാർക്കിനും ചോദിക്കുക. അപ്പോ എന്ത് ചെയ്യുക, 4 പഠിച്ചു വെക്കുക. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അടുത്ത നമുക്ക് പ്രധാനപ്പെട്ട ടോപ്പിക് ആണ് ഹൗ റീസൈക്ലിംഗ് ആൻഡ് റീയൂസിങ് വാട്ടർ ക്യാൻ ഇംപ്രൂവ് ഫ്രഷ് വാട്ടർ അവൈലബിലിറ്റി. അല്ലെ, ജലം റീസൈക്ലിംഗ് ചെയ്യുകയും അത് പുനരുപയോഗിക്കുകയും ചെയ്യുന്നത് ശുദ്ധജല ലഭ്യത വർദ്ധിപ്പിക്കാൻ എങ്ങനെ സഹായിക്കുന്നു എന്ന് ഇതുപോലെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ അറിയാലോ എന്താണ് ജലത്തിന്റെ റീസൈക്ലിങ്ങും കാര്യങ്ങളൊക്കെ. ഓക്കെ, നദി, തടാകം, ഭൂഗർഭജലം പോലെയുള്ള പ്രകൃതിദത്ത ശുദ്ധജല സ്രോതസ്സുകളിൽ വരുന്ന സമ്മർദ്ദം ഇത് കുറയ്ക്കുന്നുണ്ട്. മാലിന്യജലം ശുദ്ധീകരിച്ച് കാർഷികം, തോട്ടം പണി, ശുചീകരണം, വ്യവസായ ഉപയോഗം, ടോയ്ലറ്റ് ഫ്ലഷിംഗ് എന്നിവയ്ക്കായി ഉപയോഗിച്ചാൽ ശുദ്ധജലത്തിന്റെ ആവശ്യം അവിടെ കുറയ്ക്കുന്നുണ്ട്. ഇതിലൂടെ ഭൂഗർഭജലം അതിയായി ഉപയോഗിക്കുന്നത് ഒഴിവാക്കി കുടിവെള്ളം പോലുള്ള അടിസ്ഥാന ആവശ്യങ്ങൾക്ക് കൂടുതൽ ശുദ്ധജലം ലഭ്യമാക്കാൻ അത് സാധിക്കും. അതുകൊണ്ട് തന്നെ ജലം റീസൈക്ലിംഗ് ജലസംരക്ഷണം ഉറപ്പാക്കുകയും ശുദ്ധജല ലഭ്യത ദീർഘകാലത്തേക്ക് അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ഭാഗം പഠിച്ചു വെക്കുക. അപ്പൊ ജലത്തിന്റെ പുനരുപയോഗം അല്ലെങ്കിൽ വാട്ടർ റീസൈക്ലിങ്ങിന്റെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. യെസ്, അടുത്തത് ടോപ്പിക് ആണ് വാട്ട് ഈസ് ദ ഇൻലാൻഡ് വാട്ടർവേസ്. അറിയാലോ, ഇൻലാൻഡ് വാട്ടർവേസ് ഉൾനാടൻ ജലപാതയെ കുറിച്ച് എഴുതാൻ 3 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ ഒക്കെ വരാം. അപ്പൊ എന്താണ് നോക്കാം. റെയിൽവേ വരുന്നതിന് മുൻപ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചിരുന്ന ജലപാത ഏതായിരുന്നു? അല്ലെ, വെള്ളത്തിലൂടെയായിരുന്നു, ജലഗതാഗതമായിരുന്നു. ഓക്കെ, റോഡ് റെയിൽ ഗതാഗത വികസനം ജലഗതാഗതത്തിന് കടുത്ത മത്സരം, അതൊരു കോമ്പറ്റീഷൻ തന്നെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ചില പ്രദേശങ്ങളിൽ നദിയിൽ നിന്നുള്ള വെള്ളം ജലസേചനത്തിനായി തിരിച്ചുവിടുകയും അതുവഴി സഞ്ചാരയോഗ്യമല്ലാതാവുകയും ചെയ്യുന്നുണ്ട്. അല്ലെ, ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മള് ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത് എന്താകും? റോഡ് ഗതാഗതമോ അല്ലെങ്കിൽ റെയിൽവേ ഗതാഗതമോ വ്യോമ ഗതാഗതമോ ആണ്. ഓക്കെ, ജലഗതാഗതം ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. ഇന്ത്യയിൽ തന്നെ 3700 കിലോമീറ്ററിൽ അല്ലെ പ്രധാന നദികൾ മെക്കാനിക്കൽ ഫ്ലാറ്റ് ബോർഡ് പാത്രങ്ങളിലൂടെ സഞ്ചരിക്കാം. പക്ഷേ നിർഭാഗ്യവശാൽ 2000 കിലോമീറ്റർ ദൂരത്തിൽ മാത്രമാണ് നമുക്ക് ഇത്തരം നദീതടങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നത്. രാജ്യത്തെ ദേശീയ ജലപാതകൾ വികസിപ്പിക്കുന്നതിനും പരിപാലിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും 1986 ഉൾനാടൻ ജലപാത അതോറിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. ഓക്കെ, പ്രധാനപ്പെട്ട ഇൻലാൻഡ് വാട്ടർവേസ് അല്ലെ സമുദ്രജല ഗതാഗത പാതകളാണ്. ശ്രദ്ധിക്കുക, എക്സാമിന് ഉണ്ടാകും കേട്ടോ. നാഷണൽ വാട്ടർവേ ഫസ്റ്റ് അല്ലെങ്കിൽ ദേശീയ ജലപാത 1 എങ്ങനെയാ കടന്നു പോകുന്നത്? അലഹബാദ് ടു ഹാൽദിയ ഇൻ ദ റിവർ ഗംഗ. ഓക്കെ, എന്നാലേ നാഷണൽ വാട്ടർവേ 2 എവിടുന്ന് എങ്ങോട്ട് കടന്ന്? സാദിയ ടു ദുബ്രി ഇൻ ദ റിവർ ബ്രഹ്മപുത്രയിലൂടെ. 3. The West Coastal Canal in Kerala from Kollam to Kottappuram. National Waterway 4. Canal from Kakinada to Puducherry linking Godavari and Krishna. National Waterway 5. Brahmani Mahanadi Delta River System linked to East Coast Canal. അപ്പോൾ ഈ ഒരു ഭാഗം പഠിച്ചു വെക്കുക. അതിന് മലയാളം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇംപോർട്ടൻറ്റ്, 2 മാർക്കിനൊക്കെ ചോദിക്കാം.
അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക് ആണ് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മാസ് മീഡിയ. മാധ്യമങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ച് എഴുതാൻ പറയാം. അല്ലെ, ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കും, അല്ലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇനി നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. അല്ലെ, ഇപ്പൊ നമ്മള് ഈ ബഹുജന മാധ്യമങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ അറിയാം. then ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അല്ലെ, ഈ മാസ് മീഡിയ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരുന്നുണ്ട്? പേപ്പർ വരുന്നുണ്ട്, അല്ലെ, പത്രം വരുന്നുണ്ട്, ടെലിവിഷൻ TV വരുന്നുണ്ട്, റേഡിയോ വരുന്നുണ്ട്, അതുപോലെ തന്നെ സിനിമ, സോഷ്യൽ മീഡിയ, ഇന്റർനെറ്റ് ഒക്കെ അവിടെ വരുന്നുണ്ട്. അതിന്റെ സ്പ്രെഡ് ഇൻഫർമേഷൻ ക്വിക്ക്ലി, അല്ലെ, നമുക്ക് എത്രയോ പെട്ടെന്ന് നമുക്ക് അവിടെ നിന്ന് ഇൻഫർമേഷൻ ലഭിക്കുന്നുണ്ട്. എഡ്യൂക്കേറ്റഡ് ദി പബ്ലിക്, അല്ലെ, എല്ലാ ജനങ്ങളെയും ഒരു വിജ്ഞാനപരമായിട്ട് അല്ലെങ്കിൽ അവർക്ക് എന്ത്, അല്ലെ, പൊതുജനങ്ങളെ വിദ്യാഭ്യാസം നൽകാൻ അത് പല രീതിയിലും സഹായിക്കുന്നുണ്ട്. ക്രിയേറ്റ് അവയർനെസ്, സമൂഹത്തെ എന്തെങ്കിലും ഒരു ബോധവൽക്കരണം നൽകണം എന്നുണ്ടെങ്കിൽ അത് വഴി കൊടുത്താൽ മതി. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പൊ എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്. വളരെ ചുരുക്കം പ്രായമായ ആളുകളുടെ അടുത്ത് ഫോണ് കുറവുള്ളൂ. ബാക്കി കുട്ടികളുടെ അടുത്ത് വരെ ഇപ്പോൾ 1-2 ഫോണുകളൊക്കെയാണ്. then ഇൻഫ്ലുവൻസ് പബ്ലിക് ഒപ്പീനിയൻ, പൊതുജനാഭിപ്രായത്തെ അത് സ്വാധീനിക്കുന്നുണ്ട്. സപ്പോർട്ട് ഡെമോക്രസി, ജനാധിപത്യത്തെ അത് ശക്തിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ പോയിന്റുകൾ മാത്രമല്ല, നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ കൂട്ടിച്ചേർക്കാം. അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക് ആണ് ദ ചേഞ്ചസ് ഇൻ ഇമ്പോർട്ട് കോമ്പോസിഷൻ എഫക്ട് ദി ഫങ്ഷനിങ് ഓഫ് മേജർ ഇന്ത്യൻ പോർട്ട്. ഇറക്കുമതി ഘടനയിലെ മാറ്റം ഇന്ത്യൻ തുറമുഖ പ്രവർത്തനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു? അപ്പൊ ഫസ്റ്റ് നമുക്ക് നോക്കാം, ഇൻക്രീസ് ഹാൻഡ്ലിംഗ് ഓഫ് പെട്രോളിയം ആൻഡ് ക്രൂഡ് ഓയിൽ. പെട്രോളിയം, ക്രൂഡ് ഓയിൽ കൈകാര്യ വർധനവ്, അതുപോലെ തന്നെ നീഡ് ഫോർ മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ, ആധുനിക സൗകര്യങ്ങളുടെ ആവശ്യം. ഷിഫ്റ്റ് ടുവേർഡ് കണ്ടെയ്നറൈസേഷൻ, കണ്ടെയ്നർ ഗതാഗതത്തിലേക്കുള്ള മാറ്റം. ഓക്കെ, അപ്പൊ അത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ ലൈവില് പറയൂ കേട്ടോ. അടുത്തത് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എ ഷുഗർ കൾട്ടിവേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കരിമ്പ് കൃഷിയെ കുറിച്ച് ഒരു ചെറിയ കുറിപ്പോ അല്ലെങ്കിൽ നോട്ട്സോ ഒക്കെ എഴുതാൻ പറയും. അപ്പൊ അറിഞ്ഞിരിക്കണം, അല്ലെ, എന്താണ് കരിമ്പ് കൃഷി. കരിമ്പ് എന്ന് പറയുമ്പോൾ അറിയാലോ, മഴയെ ആശ്രയിച്ച് ഈർപ്പം കുറഞ്ഞ കാലാവസ്ഥയിലാണ് കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. നല്ല വിളവ് ലഭിക്കാൻ മിക്ക സ്ഥലങ്ങളിലും എന്ത് വേണം? ജലസേചന സൗകര്യങ്ങൾ ഒരുക്കാറുണ്ട്. മഴയെ ആശ്രയിച്ച് മാത്രം, അല്ലെ, അത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. ഇന്ത്യയിലെ തന്നെ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളാണ്, ശ്രദ്ധിക്കുക, ഉത്തർപ്രദേശ്, മേഘാലയ, ഗുജറാത്ത്, കർണാടക. ഓക്കെ, കരിമ്പ് കൃഷി കേന്ദ്രീകരിക്കുന്ന തമിഴ്നാടും ആന്ധ്രാപ്രദേശിലും ഇതുപോലെ തന്നെ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ബ്രസീലാണ് കേട്ടോ. ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ്. ലോകത്ത് കരിമ്പ് ഉൽപാദനത്തിൽ ഇന്ത്യ 23% ഇന്ത്യയിൽ നിന്നാണ് കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയിലെ മൊത്തം കൃഷിയിൽ 2.4% മാത്രമേ കരിമ്പ് കൃഷിയുള്ളൂ. നമ്മുടെ കരിമ്പ് ഉൽപാദനത്തിൽ 5ൽ 2ഉം എവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്? ഉത്തർപ്രദേശ്. മാപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാട്ടോ. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മാപ്പായിട്ട് വരാം. ഓക്കെ, ഏതാണ്? ഉത്തർപ്രദേശ്. മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നിവ വളരെ ഉയർന്ന വിളവ് നൽകുന്നുണ്ടെങ്കിൽ പക്ഷെ യുപിന്റെ അത്ര ഇല്ല. യെസ്, അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക് ആണ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഓഫ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. സ്ഥാനാന്തര കൃഷിയുടെ സവിശേഷതകൾ എഴുതുക. ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കും. അറിയാലോ, ഇറ്റ് ഈസ് ഒരു ഉഷ്ണമേഖല, മഴക്കാടുകളിലും കുന്നിൻ പ്രദേശങ്ങളിലും സാധാരണയായി കാണപ്പെടുന്ന ഒരു പരമ്പരാഗത കൃഷി രീതിയാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. അതിന്റെ ഫീച്ചേഴ്സ് ഒന്നെന്താണ്? സാധാരണ ഇതെങ്ങനെയാണ് കൃഷി ചെയ്യാറ്? അല്ലെ, ഒരു സ്ഥലം കണ്ടുപിടിക്കുന്നു, അവിടുത്തെ മരങ്ങളും, അല്ലെ, പുല്ലും ഒക്കെ വെട്ടി ചുട്ട് എന്ത് ചെയ്യും? അതിലെ ചാരം അവിടെ തന്നെ നിലനിർത്തി ഒരു വെട്ടിച്ചുട്ട് കൃഷി രീതിയാണ്
ആ ചാരം അവിടെ തന്നെ ഉപേക്ഷിക്കണം എന്തിനാണ്? മണ്ണിലെ പോഷകങ്ങള് ചേരാൻ വേണ്ടിയാണ്. കൃഷിയുടെ ഹ്രസ്വ കാലയളവ് നോക്കുകയാണെങ്കിൽ മണ്ണിന്റെ ഫലപുഷ്ടത കുറയുന്നത് വരെ അല്ലെ കുറച്ച് വർഷത്തേക്ക്, സാധാരണ 1, 2, 3 വർഷത്തേക്ക് ഒരേ സ്ഥലത്ത് തന്നെ കൃഷി ചെയ്യും. പിന്നീട് ആ സ്ഥലത്തെ മണ്ണിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണം നഷ്ടപ്പെട്ട ആ സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലം പോയി കണ്ടുപിടിച്ച് അവിടെ കൃഷി ചെയ്യുന്നു. അടുത്ത ലളിതമായിട്ടുള്ള ഉപകരണങ്ങളും പരമ്പരാഗതമായിട്ടുള്ള വിത്ത് വളങ്ങളൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. അറിയാലോ, കൊൽക്കത്തി, കുഴിക്കുന്ന വടി, വെട്ടുകത്തി തുടങ്ങിയ അടിസ്ഥാന ഉപകരണങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. മാത്രമല്ല ആധുനിക യന്ത്ര സംവിധാനങ്ങളൊന്നും ഇല്ലാതെ വളരെ പരമ്പരാഗത രീതിയിലുള്ള കൃഷി രീതിയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗം ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എക്സാമിന് ചോദിക്കാം. 4, 3 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസുകളും ആൻസേഴ്സുമാണ്. ദെൻ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.